നമസ്കാരം. വിക്ടേഴ്സിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹിയർ ഈസ് ദ മീഡിയ എന്ന മാധ്യമ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ രംഗം അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വരും കാലങ്ങളിലും ഈ ഒരു രംഗം തൊഴിലന്വേഷകരുടെ അക്ഷയഖനിയായി തന്നെ നിലകൊള്ളും എന്ന് നമുക്ക് ഉറപ്പിക്കാം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞങ്ങൾ മാസ് കമ്മ്യൂണിക്കേഷൻ മേഖലകളായ പ്രിൻ്റ്, ടെലിവിഷൻ, ഓൺലൈൻ മീഡിയ തുടങ്ങിയവയിലെ പഠന തൊഴിൽ സാധ്യതകളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുക അഡ്വർടൈസിംഗ്, പബ്ലിക് റിലേഷൻസ്, സിനിമ, റേഡിയോ തുടങ്ങിയ മേഖലകളെക്കുറിച്ചാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് സത്താർ ശ്രീകാര്യം സാറാണ്. സാർ കേരള സർവകലാശാലയിൽ ഉദ്യോഗസ്ഥനാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന കരിയർ കൗൺസിലറും കൂടിയാണ്. സാറിനെ നമുക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ മേഖലകളായ പ്രിൻ്റ്, ടെലിവിഷൻ, ഓൺലൈൻ മീഡിയയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ബാക്കി മേഖലകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം റേഡിയോയിൽ നിന്ന് തന്നെ തുടങ്ങാം. റേഡിയോയെക്കുറിച്ച് പറയുന്നത് ഗ്രാൻഡ് ഫാദർ ഓഫ് ഇലക്ട്രോണിക് മീഡിയ എന്നാണ്. ആ ഗ്രാൻഡ് ഫാദർ ഇപ്പോഴും നമ്മളോടൊപ്പം തന്നെ ഉണ്ട്, വളരെ പോപ്പുലറായിട്ട് തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു രംഗത്ത്, റേഡിയോ രംഗത്ത് കടന്നു പറ്റണമെങ്കിൽ ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കേണ്ടത്? റേഡിയോ രംഗത്ത് കടന്നു പറ്റാൻ ഇന്നും ബേസിക്കായിട്ട് ഒരു ജേർണലിസം കോഴ്സ് തന്നെയാണ് ആവശ്യം. അതേസമയം തന്നെ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, റേഡിയോ പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ റേഡിയോ ആൻഡ് TV ബ്രോഡ്കാസ്റ്റിംഗ്, ഇതിന് ഡിപ്ലോമ കോഴ്സുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇതിൽ നേരത്തെ നമ്മൾ പത്രപ്രവർത്തകർക്ക് ആവശ്യമായ സ്കില്ല് പോലെ തന്നെ ഒരു വിശേഷപ്പെട്ട ചില സ്കില്ലുകൾ കൂടി റേഡിയോ പ്രോഗ്രാമർക്ക് വേണം, റേഡിയോ ഫീൽഡിൽ കയറി പറ്റാനും വേണം. അത് ഒരു സോഷ്യൽ സ്കില്ല് തന്നെയാണ്. മറ്റ് ചില സോഫ്റ്റ് സ്കില്ലും കൂടെ ഉള്ളവർക്ക് ധൈര്യസമേതം കടന്നു വരാം. പക്ഷേ ഇതിലെപ്പോഴും പത്രപ്രവർത്തന രംഗം പോലെ ഒരു വിശാലമായ രംഗമല്ല. ആകെയുള്ള ആശ്വാസം നമുക്ക് കൂടുതൽ FM ചാനലുകൾ, റേഡിയോ ചാനലുകൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രംഗത്ത് ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. സാർ, ഇതിൻ്റെ ഇടയ്ക്ക് ചില സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എന്തൊക്കെ സോഫ്റ്റ് സ്കിൽസാണ് ഇതിൻ്റെ അകത്ത് വേണ്ടത്? നമുക്കറിയാം, ഒന്ന് റേഡിയോ എന്ന് പറഞ്ഞാൽ വോയിസാണ് നമ്മളൊരു മാധ്യമം. അവിടെ ശബ്ദത്തിനൊരു പ്രാധാന്യമുണ്ട്. ശബ്ദവിന്യാസം മാത്രമല്ല, സ്ഫുടമായ ശബ്ദവും അതുപോലെ തന്നെ ഭാഷയും ഒരു വലിയ ഘടകമാണ് നമ്മളുടെ റേഡിയോ രംഗത്ത്. അതേപോലെ തന്നെ ചുറ്റുപാടിനെയും ഒബ്സർവ് ചെയ്യാനും സമൂഹത്തെ നോക്കിക്കാണാനും ഒക്കെ ഉള്ള ഒരു നല്ല മനസ്സ് ഈ രംഗത്ത് വേണം. സംഗീതത്തിൽ ചെറിയൊരു സെൻസും അത്യാവശ്യമല്ലേ? സംഗീതം, കല, സിനിമയെക്കുറിച്ച് അറിവ്, കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ള അറിവ്, സമകാലിക പ്രശ്നങ്ങളോടുള്ള ഒരു താല്പര്യവും കാഴ്ചപ്പാടും, ഇതെല്ലാം തന്നെ ഒരാളെ കൂടുതൽ സ്കില്ല് ഫുള്ളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് റേഡിയോ രംഗത്തും ടെലിവിഷൻ രംഗത്തും. നമുക്കിനി സിനിമയിലേക്ക് വരാം. സിനിമയെക്കുറിച്ച് പറയുന്നത് ബോധമനസ്സിൻ്റെ സ്വപ്നം എന്നൊക്കെയാണ്. സിനിമയെ സ്വപ്നം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്തൊക്കെ കോഴ്സുകളാണ് പഠിക്കേണ്ടത്? അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ടുള്ള പിന്നീട് യാത്രയിൽ അവർ ഒരുപാട് സ്കില്ലുകൾ ആർജിക്കേണ്ടതുണ്ട്. അത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന സ്കില്ല് മാത്രമല്ല. സിനിമ ഇപ്പം നമുക്കറിയാം, ഈ സിനിമ ആദ്യകാലത്ത് ചെയ്തവരൊന്നും തന്നെ ഒരു സർവകലാശാലയിലും പഠിച്ചവരല്ല ചെയ്തത്. പക്ഷെ ഇന്ന് ഇത് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. സിനിമയിൽ ഒരുപാട് രംഗങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് രംഗങ്ങൾ ചേർന്നതാണ് സിനിമ. സിനിമയിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫീച്ചർ ഫിലിം മാത്രമല്ലല്ലോ, ഡോക്യുമെൻ്ററി ഫിലിമുണ്ട്, മെഡിക്കൽ ഫിലിമുണ്ട്, കോർപ്പറേറ്റ് ഫിലിംസ്. തീർച്ചയായിട്ടും കോർപ്പറേറ്റ് ഫിലിംസ് ഉണ്ട്, ആഡ് ഫിലിംസ് ഉണ്ട്. ഇപ്പം വലിയ ഒരു സാധ്യത ആഡ് ഫിലിംസാണ്, കാർട്ടൂൺ എന്നുള്ള 2D അനിമേഷൻ, 3D അനിമേഷൻ. ഇപ്പം ഇങ്ങനെയുള്ള ഒരു വലിയ സാധ്യത പരസ്യ ചിത്രങ്ങളിൽ കൂടി ഇപ്പം നടക്കുന്നുണ്ട്. ഇതിലൊക്കെ സാങ്കേതികമായ പരിജ്ഞാനം ആവശ്യമാണ്. അതിനുള്ള കോഴ്സുകൾ വിവിധ സർവകലാശാലകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ കോഴ്സുകൾ? ഇതിന് പിന്നീട് ഫിലിം മേക്കിങ്ങിന് നേരത്തെ പറഞ്ഞ ജാമിയ മിലിയയിൽ റേഡിയോ ആൻഡ് ടെലിവിഷൻ കോഴ്സുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്ഥാപനങ്ങൾ നമുക്കെല്ലാം അറിയാമെന്നുള്ളത് തന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. പൂനെയിൽ തന്നെയാണത്. നമ്മുടെ ഒരുപാട് സിനിമാക്കാർ അവിടെ നിന്നാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ സത്യജിത് റേ
ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ടയിലുള്ളത്. SRFTI. തീർച്ചയായിട്ടും അത് ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഇതിലെ PG ബിരുദാനന്തര ബിരുദ പഠനം പോലും ഉണ്ട്. അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ്, ഫീച്ചർ ഫിലിം മേക്കിംഗ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഡയറക്ഷൻ, സിനിമോട്ടോഗ്രഫി, സൗണ്ട് എഞ്ചിനീയറിങ്, എഡിറ്റിങ്, ഇങ്ങനെ ഒരുപാട് വശങ്ങൾ ഇവിടെ വിവിധ തലത്തിൽ പഠിപ്പിക്കുന്നു. ഒരു PG ഡിപ്ലോമ ആവട്ടെ, സർട്ടിഫിക്കറ്റ് ആവട്ടെ, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാവട്ടെ, ഇങ്ങനെ ഒരു വലിയ തലമുണ്ട്. അടയാറിൽ പിന്നെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മൾ ഈ ഗണത്തിൽ തന്നെ പെടുത്താവുന്നതാണ്. ഫിലിമിൻ്റെ കോഴ്സ് പഠിക്കാൻ പോകുന്നവരോട് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഫിലിമിൻ്റെ കോഴ്സ് പഠിക്കാൻ പോകുന്നവരോട് താല്പര്യമുള്ളവർ മാത്രമേ ഈ രംഗത്തോട്ട് വരാവൂ. അതാണ് ഈ രംഗത്തോട്ട് വരുന്നത്, അതിൻ്റെ ഇൻട്രസ്റ്റും അതിലെന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മനസ്സുള്ളവർ കടന്നു വരാം. അവർക്ക് മറ്റ് കഴിവുകളും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആഗ്രഹം നടക്കും. അങ്ങനെയുള്ളവരെ എല്ലാ സമൂഹത്തിനും ആവശ്യമാണ്. നമുക്ക് ഇതിൽ നിന്ന് ഫോട്ടോഗ്രാഫിയിലേക്ക് വരാമെന്നുണ്ട്. ഇന്ന് ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്തൊക്കെ കോഴ്സുകളാണ് പഠിക്കേണ്ടത്? ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ആദ്യമേ നമ്മൾ അറിയാനുള്ളത്, ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റിൽ ഫോട്ടോ ഒരു 1000 വേർഡ്സിനേക്കാളും ശക്തമാണ്. അത്രമാത്രം ഒരു ഇംപ്രഷൻ അത് കാണുന്ന ആൾക്ക് ഉണ്ടാകും. അതാണ് ഫോട്ടോഗ്രാഫിയുടെ പ്രസക്തി, ഒരു പിക്ചറിൻ്റെ പ്രസക്തി അതാണ്. പക്ഷേ ഇന്ന് എല്ലാവരും മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്നത് പോലുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു സങ്കേതമല്ല ഇത്. ഇതിൽ ഒരുപാട് ടെക്നോളജി ഉണ്ട്. ഇതിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ട്, ഡിജിറ്റലൈസേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് സാങ്കേതിക പരിജ്ഞാനം ആവശ്യമാണ്. ഫോട്ടോഗ്രാഫി നേരത്തെ പറഞ്ഞ ജാമിയ മില്ലിയയിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫിക്ക് തന്നെ PG ഡിപ്ലോമയുണ്ട്. അവിടെ എൻട്രൻസ് മുഖാന്തരമാണ് കയറുന്നത്. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ PG ഡിപ്ലോമയുണ്ട്. രവിശങ്കർ യൂണിവേഴ്സിറ്റി റായ്പൂരിലെ രവിശങ്കർ യൂണിവേഴ്സിറ്റിയിൽ PG ഡിപ്ലോമയുണ്ട്. അതുപോലെ തന്നെ ഝാൻസിയിലെ ബണ്ടിൽഖണ്ഡ് യൂണിവേഴ്സിറ്റിയിൽ PG ഡിപ്ലോമയുണ്ട്. അങ്ങനെ കാശി വിദ്യാപീഠ് വാരണാസിയിലെ ഒരു സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റി പോലുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നീട് അവിടെയും ഇതിന് PG ഡിപ്ലോമ കോഴ്സുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ഒരാളെ കൂടുതൽ ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം മാത്രമല്ല, അതിൻ്റെ പുതിയ സാങ്കേതിക വശങ്ങൾ പഠിപ്പിക്കുകയും അതിനെ കുറച്ച് പ്രൊഫഷണലാക്കുകയും ചെയ്യുന്ന ഒരു കോഴ്സുകളാണ്. ഇന്ന് ഫോട്ടോഗ്രാഫി മേഖല ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറിയിട്ടില്ലേ? ട്രാവൽ ഫോട്ടോഗ്രാഫി, ഫാഷൻ ഫോട്ടോഗ്രാഫി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ഇങ്ങനെ പലതും. ഈ രംഗങ്ങളിലെല്ലാം തിളങ്ങാൻ ഇത്തരം ഈ കോഴ്സുകളെല്ലാം സഹായിക്കും. ഈ കോഴ്സുകൾ മൊത്തത്തിൽ ബേസിക്കായിട്ട് ഫോട്ടോഗ്രാഫിയുടെ സാങ്കേതികത്വം എല്ലാവർക്കും ഒരുപോലെയാണല്ലോ, സാങ്കേതിക ജ്ഞാനം അങ്ങനെയാണ്. പക്ഷേ ഈ ഓരോ ഫോട്ടോഗ്രാഫിയിൽ ഓരോ താല്പര്യമാണ്. ചിലർക്ക് ഫാഷൻ ഫോട്ടോഗ്രാഫി ആയിരിക്കും. പക്ഷേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചലഞ്ചിങ് ഏരിയയാണ്. അതിന് മാത്രം 4 ഡേ 5 ഡേ വർക്ക്ഷോപ്പ് കൊടുക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. വൻ ഫീസാണ് മേടിക്കുന്നത്. അപ്പോൾ ഇതിന് വലിയ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഫോറൻസിക് ഫോട്ടോഗ്രാഫി, ഇപ്പം പോലീസിലും ക്രിമിനോളജിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഫോറൻസിക് ഫോട്ടോഗ്രാഫി, ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. പിന്നെ അതായത് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറയുന്നെങ്കിൽ ടേബിൾ ടോപ്പ് ഫോട്ടോഗ്രാഫി എന്ന് പോലും ഉള്ള ഒരു ഫോട്ടോഗ്രാഫി ഏരിയയുണ്ട്. പരസ്യത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഫോട്ടോഗ്രാഫിയിലാണ്. ഇത് വളരെ വൈഡാണ്. ഏരിയൽ ഫോട്ടോഗ്രാഫി, നമ്മൾ ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കിയുള്ള ദൃശ്യങ്ങൾ പകർത്തുക, വൻ സാധ്യതകളാണ്. ചാനലുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ ഒരുപാട് സാധ്യതകളുള്ളതാണ് ഫോട്ടോഗ്രാഫി. അതൊട്ടും ഒരു ഈസി ആയിട്ടുള്ള ഒന്നല്ല എന്നുള്ളത്. മാധ്യമങ്ങൾക്ക് വേണ്ടി ഇവന്റ്സും ഹാപ്പനിങ്സും ഫോട്ടോയിൽ പകർത്തുന്ന ഫോട്ടോ ജേർണലിസവും ഇവർക്ക് ജോലി ലഭിക്കുന്ന മേഖലയാണ്. തീർച്ചയായിട്ടും ഇത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുനടക്കുന്നവർക്ക് പുറമേ ഒരു ഹോബിയായിട്ട് കൊണ്ടുനടക്കുന്നവരും കൂടിയുണ്ട്. അപ്പോൾ അവർക്ക് സാങ്കേതിക പരിജ്ഞാനം കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി തിളങ്ങും അവർ. ഈ ഹോബി സാധാരണ പ്രധാനപ്പെട്ട ജോലിയേക്കാളും വരുമാനം ഉണ്ടാക്കുന്ന ഒന്നാക്കി മാറ്റിയെടുക്കുന്നവരുണ്ട്. ഇപ്പം ഫോട്ടോഗ്രാഫിയിൽ പ്രധാനപ്പെട്ട പ്രദർശനം നടത്തുന്ന സ്റ്റുഡിയോകളുണ്ട്, ഫോട്ടോ സ്റ്റുഡിയോ പ്രദർശനം. അപ്പം നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രകൃതി ദൃശ്യങ്ങളാവട്ടെ, മനുഷ്യൻ്റെ ചില ദൃശ്യങ്ങളാവട്ടെ, വൈകാരികമായിട്ട് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ചിത്രങ്ങൾ, ഇതൊക്കെ ഒരുപാട് ഇതൊക്കെ ഓരോരുത്തരെ മനോതലം പോലെ ഇരിക്കും ഇത് തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും ഫോട്ടോഗ്രാഫി ഒരു വൈഡ് ഏരിയ തന്നെയാണ് ഈ കാര്യത്തിൽ. പിന്നീട് പരസ്യത്തിലും ഈ ഫോട്ടോഗ്രാഫി ഭയങ്കരമായിട്ട് സാധ്യതകളുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഏറ്റവും കനത്ത പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് രംഗത്ത് എത്തിപ്പെടണമെങ്കിൽ എന്തൊക്കെ കോഴ്സുകളാണ് പഠിക്കേണ്ടത്? ബേസിക്കായിട്ട് അഡ്വർടൈസിങ്ങിലൊരു കോഴ്സ് നടത്തിയില്ലെങ്കിൽ പോലും അറിയാമല്ലോ, ജേർണലിസം കോഴ്സിൻ്റെ ഒരു ഭാഗമാണ് അഡ്വർടൈസിങ്, അതിൻ്റെ ഒരു പാർട്ടാണ്. അഡ്വർടൈസിങ്ങിൻ്റെ അത് ഒരു പരസ്യം എഴുതുന്നവരെ കോപ്പി റൈറ്റേഴ്സ് എന്നാണ് പറയുന്നത്. കോപ്പി റൈറ്റേഴ്സ്.
അതുപോലെ തന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയും, ക്രിയേറ്റീവ് റൈറ്റിംഗ്. അതുപോലെ തന്നെ പഞ്ച് ലൈൻസ് ഉണ്ടാക്കുക, പരസ്യത്തിൻ്റെ പഞ്ച് ലൈൻസ് ഉണ്ടാക്കുക, ക്യാപ്ഷൻസ് ഉണ്ടാക്കുക, വളരെ അട്രാക്റ്റീവായിട്ട് വളരെ സിമ്പിളായിട്ട് ഉള്ള വാക്കുകൾ കൊണ്ട് ഒരു വലിയ ഇന്ദ്രജാലം ഉണ്ടാക്കി മനുഷ്യനെ മനസ്സിലാക്കി കൊടുക്കുക, അതിനെ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് പരസ്യങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് കോപ്പി റൈറ്റേഴ്സ് അതുപോലെ തന്നെ പഞ്ച് ലൈൻ റൈറ്റേഴ്സ് ഇവർക്കെല്ലാം തന്നെ വളരെ സാധ്യതയുള്ളതാണ് പരസ്യരംഗം. പരസ്യരംഗത്ത് നേരത്തെ പറഞ്ഞ പോലെ മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അഹമ്മദാബാദിലെ പരസ്യത്തിന് മാത്രമുള്ള അതിൽ ഗവേഷണം, അതിൻ്റെ മാർക്കറ്റ് റിസർച്ച്, അതിൻ്റെ അക്കൗണ്ടിങ്, അതിൻ്റെ മറ്റ് വശങ്ങളെല്ലാം തന്നെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. പിന്നെ ബാംഗ്ലൂർ സൃഷ്ടി സ്കൂൾ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് കൂടി ഈ ഗണത്തിൽ പെടുത്താവുന്നതാണ്. അവിടെയൊക്കെ തന്നെ എൻട്രൻസ് കഴിഞ്ഞിട്ട് കഴിവ് നോക്കി മാത്രമേ എടുക്കാറുള്ളൂ. കാരണം ഒരു താല്പര്യമില്ലാത്ത ഒരാളും ഇങ്ങനെയുള്ള ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ പ്രവേശനം കൊടുക്കില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഈ പരസ്യരംഗത്ത് കോപ്പി റൈറ്ററായിട്ട് തിളങ്ങണമെങ്കിൽ ഏത് കോഴ്സാണ് ചെയ്യേണ്ടത്? കോപ്പി റൈറ്റിങ്ങിന് വേണ്ടിയുള്ളൊരു കോഴ്സ് പല സ്ഥലങ്ങളിലും ഇല്ല. അതൊക്കെ നമുക്ക് വിഷമമായിരിക്കും. പക്ഷേ മൊത്തത്തിൽ ഒരു ബിരുദാനന്തര ബിരുദത്തിൽ ഒരു PG ബിരുദാനന്തര ബിരുദം, അല്ലെങ്കിൽ ഒരു ബിരുദം കഴിഞ്ഞിട്ട് ഒരു ബിരുദാനന്തര ബിരുദം ഏതെങ്കിലും സബ്ജക്റ്റിൽ കഴിഞ്ഞിട്ട് ഒരു ഡിപ്ലോമ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ, ഡിപ്ലോമ ഇൻ അഡ്വർടൈസിംഗ് ഒക്കെ ഉള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്ന് PR ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കൊച്ചിയിലെ പിന്നീട് പ്രസ് അക്കാഡമിയിലുള്ളൊരു കോഴ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ അതിൽ പിന്നീട് സ്കിൽഫുൾ ആകാം എന്നുള്ളതാണ്. പക്ഷേ അഡ്വർടൈസിങ്ങിൻ്റെ ഒരു കോഴ്സ് ഇല്ലാതെ തന്നെ ഒരു ജേർണലിസം കോഴ്സ് കൊണ്ട് താല്പര്യമുള്ള ഒരാൾക്ക് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരുപാട് ഇതിലുണ്ട്. അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ ഒരുപാട് പേര് ചേർന്നുള്ള ഒരു രംഗമാണ് അഡ്വർടൈസ്മെൻറ്റ്. ഒരാൾ മാത്രം ഒരിക്കലും ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രാദേശിക ഭാഷയിലും ഇംഗ്ലീഷിലും നല്ല പരിജ്ഞാനം ഉണ്ടാവണം. അതിൽ വാക്കുകൾ എടുത്ത് പ്രയോഗിക്കാനും അത് കുറിക്ക് കൊള്ളുന്ന ഭാഷകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതിന് പ്രത്യേക ഒരു ടാലൻറ്റ് വേണം. ആ ടാലൻറ്റ് കോഴ്സിൽ കൂടി ഒരു പരിധിയോളം ഷാർപ്പൻ ചെയ്യാൻ കഴിയും. ഇന്ന് കോപ്പി റൈറ്റിംഗ് പോലെ തന്നെ പലരും പറയുന്ന ഒരു മേഖലയാണ് ടെക് റൈറ്റിംഗ്. എന്താണ് ഈ ടെക് റൈറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടെക്നിക്കൽ റൈറ്റിംഗ് എന്നുള്ളതാണ് ടെക് റൈറ്റിംഗ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. ടെക്നിക്കൽ റൈറ്റിംഗ് വളരെ നേരത്തെ തന്നെ ഉണ്ട്. ഇപ്പോഴാണ് അതിനൊരു ഒരു പ്രചാരം കിട്ടിയത് എന്ന് മാത്രം. ഇത് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം കോഴ്സിൻ്റെ ഒരു ഭാഗമായിട്ടൊരു പേപ്പറായിട്ട് ടെക്നിക്കൽ റൈറ്റിംഗ് ഇപ്പം വന്നിട്ടുണ്ട്. ടെക്നിക്കൽ റൈറ്റിംഗ് മറ്റൊന്നുമില്ല, നമ്മൾ സാധാരണ യൂസേഴ്സ് മാനുവൽ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഒരു മൊബൈൽ വാങ്ങിയാലും ഒരു യൂസേഴ്സ് മാനുവലുണ്ട്, അല്ലെങ്കിൽ ഒരു ഹോം അപ്ലയൻസ് വാങ്ങുക, അതിനൊരു യൂസർ മാനുവലുണ്ട്. ഈ മാനുവൽ പലപ്പോഴും സാങ്കേതിക പദങ്ങൾ കാണും. പക്ഷേ ആ കടുകട്ടിയായിട്ടുള്ള സാങ്കേതിക പദങ്ങൾ സാധാരണ ഒരു കസ്റ്റമർക്ക്, ഒരു കൺസ്യൂമറിന് മനസ്സിലാകുന്ന തരത്തിൽ അതിനെ എഡിറ്റ് ചെയ്ത് സിമ്പിളാക്കി അത് കൊടുക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ടെക്നിക്കൽ റൈറ്ററുടെ ജോലി. അപ്പോൾ ഇത് ബ്രോഷർ പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ യൂസേഴ്സ് മാനുവൽ, ഇതൊക്കെ തന്നെയാണ് ടെക്നിക്കൽ റൈറ്റിങ്ങിലുള്ളത്. ഇത് നല്ലൊരു സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. ഇതിന് മാത്രം കോഴ്സുകളുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, പക്ഷേ ഇത് ഓൺലൈൻ കോഴ്സായിട്ട് ചേരാം. അപ്പം നമുക്ക് ടെക്നിക്കൽ റൈറ്റിംഗ് കോഴ്സസ് എന്ന ഏതെങ്കിലും പോർട്ടലിൽ കയറി അടിച്ചു കഴിഞ്ഞാൽ ധാരാളം കോഴ്സ് വരും. ഈ കോഴ്സ് ഓൺലൈനിൽ ചെയ്യാൻ കഴിയും. പക്ഷേ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, ഒരു പക്ഷേ ബിടെക്കാർക്ക് പോലും തിളങ്ങാൻ കഴിയുന്ന ഒരു മേഖലയാണ്. ടെക്നിക്കലായിട്ട് എഡ്യൂക്കേഷൻ വേണമെന്നില്ല, പക്ഷേ അങ്ങനെ ഉള്ളവർക്കും ഒരു ഹോബിയായിട്ട് കൂടി ഈ ഫോട്ടോഗ്രാഫി പോലെ തിളങ്ങാൻ കഴിയും ടെക് റൈറ്റിംഗ്. പിന്നെ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുക. ടെക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റിന് മൈലേജ് ഉണ്ടായിരിക്കും, അതിന് കൂടുതൽ മൈലേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പബ്ലിക് റിലേഷനിലേക്ക് വരാം. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പബ്ലിക് റിലേഷൻ രംഗത്ത് എത്തിപ്പെടണമെങ്കിൽ ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കേണ്ടത്? ഇതിന് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞു, ഇതൊരു മാധ്യമരംഗം എന്ന് പറയുന്നത് ഒരുപാട് ഏരിയകളുടെ ഒരു സമുച്ചയമാണ്. അതുപോലെ തന്നെ ഈ PR പ്രത്യേകം കോഴ്സ് തിരക്കി നടക്കുന്നവർക്ക് PR കോഴ്സുകളുണ്ട്. പക്ഷേ ഒരു MCJ കോഴ്സ് കൊണ്ട്, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഇൻ ജേർണലിസം കൊണ്ട് തന്നെ ഒരാൾക്ക് നല്ലൊരു PR ആവാൻ കഴിയും. ഇപ്പോൾ PR ആകാനായിട്ട് എവിടെയെങ്കിലും ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ബേസിക്കായിട്ട് നോക്കുന്നത് ജേർണലിസം കോഴ്സ് അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. അതേസമയം തന്നെ പബ്ലിക് റിലേഷൻസ് കോഴ്സുള്ള സ്ഥാപനങ്ങൾ
ഉണ്ട്. ഇപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ പിന്നെ IIMC, അവർക്ക് ഈ PR കോഴ്സുകളുണ്ട്. PR ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് എന്നാണ് ആ കോഴ്സ്. ഇതെല്ലാം തന്നെ പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളായതുകൊണ്ടാണ് PR-ഉം അഡ്വർടൈസ്മെൻറ്റും കൂടെ ചേർന്ന് വരുന്നത്. തീർച്ചയായിട്ടും ഇതിന് ന്യൂ മീഡിയ സ്ഥാപനം ബാംഗ്ലൂരിൽ, സെൻറ്റ് സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ബോംബെയിൽ, ഇവർക്കെല്ലാം തന്നെ ഇതിൽ വളരെ നല്ല കോഴ്സുകളുണ്ട്. വളരെ നല്ല ഫീസാണ്, നല്ല ഫീസും കനത്ത ഫീസും വാങ്ങുന്നുണ്ട്. PR-ന് ഒരുപാട് സാധ്യതയുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും PR-ആണ് ജനങ്ങളും സ്ഥാപനവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി. അപ്പം ഇന്ന് PR-ൽ ശരിക്കും ഒരു ഡിഗ്രി എടുത്തിട്ട് കാര്യമില്ല, പക്ഷെ ഒരു ജേർണലിസം മീഡിയ എക്സ്പീരിയൻസ് വേണം അല്ലേ? തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് വേണം. ഒരു മിനിമം ഒരു ബിരുദം ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് ജേർണലിസത്തിലോ അല്ലെങ്കിൽ PR ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്, എപ്പോഴും ഇതിലൊരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു അഡ്വർടൈസറുടെ ഒരു ബുദ്ധി കൂടി, ഒരു പിന്നീട് സ്കില്ല് കൂടി പ്രയോഗിച്ചു കഴിഞ്ഞാലേ ഇതിനെ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയൂ. അത് പത്രക്കുറിപ്പ് കൊടുക്കണം, അങ്ങനെ ഒരുപാട് ജോലികൾ ഒരു PR-ൻ്റെ ജോലിയുണ്ട്. നമുക്കൊരു പുതിയ മേഖലയിലേക്ക് വരാം, ഇവൻറ്റ് മാനേജ്മെൻറ്റ്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമല്ല എങ്കിൽ പോലും മിക്ക യൂണിവേഴ്സിറ്റികളും അതിൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, കേരളത്തിൻ്റെ പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ. എന്താണ് ശരിക്കും ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്? ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കാലത്താണ് നമ്മളിപ്പം ജീവിക്കുന്നത്. മെഗാ ഈവൻസാണ് ഇപ്പോഴും പല ചാനലിൻ്റെയും വരുമാനം തന്നെ. അപ്പം അത് ഈവൻസ് എന്ന് പറഞ്ഞാൽ വിവാഹം മുതൽ വലിയ പരിപാടികൾ, വലിയ സ്റ്റാർ ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ, ഇപ്പം ബ്യൂട്ടി പെഗൻറ്റ്, അങ്ങനെ ഒരുപാട് വലിയ വൻ പരിപാടികൾ മുതൽ ചെറിയ പരിപാടി വരെ ഇപ്പോൾ ഈവൻറ്റ് മാനേജ്മെൻറ്റാണ്. തിരുവനന്തപുരത്ത് തന്നെ പല കല്യാണങ്ങളിലെ ഈവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏൽപ്പിക്കുന്നവരൊന്നും അറിയേണ്ടെന്നുള്ള ക്യാഷ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ തന്നെ ട്രെയിനിങ് കഴിഞ്ഞവരുണ്ട്. ഇവൻറ്റ് മാനേജ്മെൻറ്റിന് ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. മെട്രോസിലൊക്കെ ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. അല്പം ജേർണലിസ്റ്റിക് ടാലൻ്റ് ഉള്ളവർക്ക് കൂടി തിളങ്ങാൻ കഴിയുന്നതാണ്. കാരണം ഇതെല്ലാം ഇത് മാർക്കറ്റ് ചെയ്യുന്നതാണ്. അതിനെ പിന്നീട് ഒരു ഇത് കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ ഒരുപാട് ചെറിയ ഹ്രസ്വകാല കോഴ്സുകളാണ് കൂടുതലുള്ളത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കുകയും താല്പര്യമുള്ളവർക്ക് ഇത് ഏറ്റെടുത്ത് നടക്കുകയും ഒക്കെ ചെയ്യാം. ഇവൻറ്റ് മാനേജ്മെൻറ്റിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇതിൻ്റെ പിന്നീട് ഈവൻറ്റിൻ്റെ കോപ്പി റൈറ്റ് വിൽക്കുക, അതിനെ കൂടി ഒരു മാർക്കറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് ഇപ്പോൾ ഈവൻസ് പോകുന്നത്. ഈവൻസ് ഇല്ലാതെ ഒരു ലോകം നമുക്ക് ഇനി സ്വപ്നം കാണാനും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അതിന് സാധ്യതയുണ്ട്. ഇനി ഈ കോഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് അധ്യാപന രംഗത്താണ് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അധ്യാപന രംഗം സാധാരണ പോലെ തന്നെ പിന്നീട് PG കഴിഞ്ഞിട്ട് JRF നെറ്റ് എടുക്കുക, റിസർച്ചിന് ചേരുക. റിസർച്ചിന് ചേരാതെ നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് ലെക്ചറാകാനുള്ള ക്വാളിഫിക്കേഷൻ ആകും. അതുപോലെ തന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ സർവകലാശാലകൾ, ഇപ്പോൾ കേരള സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല അവരുടേതായ എൻട്രൻസ് നടത്തി PhDക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാം. ഇപ്പം മിക്കവാറുള്ള സ്ഥലത്തല്ല, ഇപ്പം ജാമ്യയിൽ, അതുപോലെ തന്നെ പിന്നീട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ബോംബെ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി, ഇവിടെയെല്ലാം തന്നെ ഇതിന് PhD പ്രോഗ്രാമും ഉണ്ട്. PhD ആർക്കും ചെയ്യാം, പക്ഷേ ക്വാളിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അതാത് യൂണിവേഴ്സിറ്റി നടത്തുന്ന എൻട്രൻസ് വിജയിക്കണം. അല്ലെങ്കിൽ JRF നെറ്റാണ് ഇതിൽ അംഗീകരിച്ചത് വിത്ത് സ്കോളർഷിപ്പ്. അങ്ങനെ പഠിക്കാം. അതിന് ഫാക്കൽറ്റി ആകാം. ഫാക്കൽറ്റി ആകാൻ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട്, സാധ്യതകളുണ്ട്. ഈ രംഗത്ത് സ്വയം തൊഴിൽ കണ്ടെത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഏത് രംഗത്താണ് ഉദ്ദേശിച്ചത്? മാസ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത്. മാസ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഇപ്പം ഒരുപാട് പേര് സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ സ്വന്തമായിട്ട് മാഗസിൻസ് ഇറക്കുക, ഈ പത്രങ്ങൾ ഇറക്കുക, പിന്നെ ഈ ഇൻഫർമേറ്റീവ് ചാനൽ, ഇൻഫർമേഷൻ ചാനലുകൾ ഉണ്ടാക്കുക, ഇൻഫർമേഷൻ സൈറ്റുകൾ ഉണ്ടാക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് തിരുവനന്തപുരത്തെക്കുറിച്ച് എന്തറിയാനും ഒരു സൈറ്റിൽ ചെന്നാൽ മതി. ഇതിലെല്ലാം തന്നെ മാധ്യമ ജോലികളാണ്. ഇതിന് നല്ലവണ്ണം ഒരു സൈറ്റ് ഡിസൈൻ ചെയ്യുക, ഇൻഫർമേഷൻ പിന്നീട് എഡിറ്റ് ചെയ്യുക, അത് കൊടുക്കുക. ഇതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ജോലി തന്നെയാണ്. ഇത് ബുക്ക് പബ്ലിഷിംഗ് ആയാലും സർവീസ് കൊടുത്തു കഴിഞ്ഞാലും ഇതൊരു സർവീസാണല്ലോ. അപ്പോൾ സർവീസ് മേഖലയാണിത്. പബ്ലിഷ് ചെയ്യാം, ഈ പത്രങ്ങൾ ഇറക്കാം. അങ്ങനെ സ്വയം ജോലികൾ തൊഴിലിൽ കണ്ടെത്താനും കൂടെ സഹായിക്കുന്ന കോഴ്സുകളാണ് ഈ രംഗത്തെല്ലാം. ഫോട്ടോഗ്രാഫി ആവട്ടെ,
സ്വന്തമായിട്ട് സിനിമ എടുക്കാം, സ്വന്തമായിട്ട് ടെലിവിഷൻ പ്രോഗ്രാം എടുക്കാം. ഫിലിം എന്ന് പറയുമ്പോൾ ഫീച്ചർ ഫിലിം അല്ല, ഡോക്യുമെൻ്ററി ഫിലിംസ് എടുക്കുന്നവരുണ്ട്, മെഡിക്കൽ പിന്നെ സോഷ്യൽ വാല്യൂസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഫിലിംസ് എടുക്കുന്നുണ്ട്. സർക്കാരിനൊക്കെ ചിലപ്പോൾ അത് ആവശ്യമായിട്ട് വരും. അഡ്വർടൈസിങ് തീർച്ചയായിട്ടും. ഇപ്പം പിന്നെ ഹെൽത്ത് അവയർനെസ് ഫിലിംസ്, വളരെ ചിന്തോദ്ദീപകമായ പിന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് ഫിലിംസ് എടുക്കുന്നവരുണ്ട്. അങ്ങനെ ഡോക്യു ഫിക്ഷൻ, പുതിയൊരു ഏരിയയാണ് ഡോക്യു ഫിക്ഷൻ വിത്ത് സ്ക്രിപ്റ്റ്, അഭിനേതാക്കളെ വെച്ചുകൊണ്ട് ഡോക്യു ഫിക്ഷനാക്കി എടുക്കുന്നവരുണ്ട്. ഇതിനൊരു വലിയ മാർക്കറ്റിംഗ് തന്നെയുണ്ട്. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കോഴ്സിൽ PG കഴിഞ്ഞവർ ഇത്തരം കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്കൊന്നും യാതൊരു മീഡിയ എക്സ്പീരിയൻസും ഉണ്ടാവില്ല. ഇത്തരം തട്ടിപ്പുകളെ എങ്ങനെയാണ് നേരിടേണ്ടത്? ഇതിനെ നമ്മൾ ബുദ്ധി കൊണ്ടാണ് നേരിടേണ്ടത്. കാരണം നമുക്ക് ഒരു ലോജിക്കൽ സെൻസ് ഉണ്ടല്ലോ അവിടെ. അപ്പോൾ സ്ഥാപനത്തിൻ്റെ അക്രഡിറ്റേഷൻ, സ്ഥാപനത്തിൻ്റെ അഫിലിയേഷൻ, സ്ഥാപനത്തിൻ്റെ റെക്കഗ്നിഷൻ, സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ, ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന അലൂമിനി അവരുടെ അസോസിയേഷനിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ചേരുന്നതിന് മുമ്പ് നമുക്കറിയാം, സ്ഥാപനത്തിൽ സന്ദർശിക്കാം. അപ്പം നമ്മൾ ഒരുപാട് മലയാളികൾ സാധാരണ ഇപ്പോൾ ഒരു വിവാഹത്തിൻ്റെ ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ആലോചിച്ചിട്ടായിരിക്കും ഒരു വിവാഹം ഉറപ്പിക്കുന്നത്. പക്ഷേ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വളരെ നിർണായകമാകുന്ന വഴിത്തിരിവാകുന്ന ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ പലപ്പോഴും ഇതൊന്നും അന്വേഷിക്കാറില്ല. ഇപ്പോൾ ബാംഗ്ലൂർ സ്ഥാപനം, ബാംഗ്ലൂരിൽ പോയി അല്ലെങ്കിൽ ഏജൻ്റ് അങ്ങ് പൈസ കൊടുക്കുകയാണ്. ഇതിപ്പോൾ മാധ്യമരംഗത്ത് അത്രയും വരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതെല്ലാം തന്നെ നമ്മൾ അന്വേഷിക്കണം. ഞാൻ മാധ്യമരംഗത്ത് പറഞ്ഞ പേരുകളൊക്കെ തന്നെ റെപ്യൂട്ടേഷനുള്ള സ്ഥാപനങ്ങളാണ്. അതിൻ്റെ ഏതെങ്കിലും സൊസൈറ്റിയുള്ള അക്രഡിറ്റേഷൻ നോക്കണം, അഫിലിയേഷൻ, ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേഷൻ, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഒന്നും തന്നെ തട്ടിപ്പ് സാധാരണ നടക്കാറില്ല. തട്ടിപ്പിന് വിധേയരാകാതിരിക്കാനായിട്ട് വളരെ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. അതല്ലാതെ വേറെ വഴിയില്ല. അതിനൊരുപാട് മാധ്യമങ്ങളുടെ സഹായം നമുക്ക് തേടാം. അപ്പോൾ ഇൻ്റർനെറ്റിലുള്ള എല്ലാം ശരിയാകണമെങ്കിൽ നമുക്ക് നേരിട്ട് പോയി നോക്കാം. അത് ജാഗ്രത പാലിക്കണം. തീർച്ചയായിട്ടും. കഴിഞ്ഞ 2 എപ്പിസോഡുകളായി മാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഒട്ടേറെ പുതിയ അറിവുകൾ സാറ് പ്രേക്ഷകർക്ക് നൽകി. ഈ ഒരു പരിപാടിയിൽ വന്ന് ഞങ്ങളോട് സഹകരിച്ച സാറിന് നന്ദി, നമസ്കാരം. നന്ദി. നിങ്ങൾ ഈ ഒരു പരിപാടി ശ്രദ്ധിച്ചുവല്ലോ. ഇനി നിങ്ങൾ ഭാവിയിൽ മാസ് കമ്മ്യൂണിക്കേഷനാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷന് ചേരുന്നതിന് മുൻപേ ഈ വക കാര്യങ്ങൾ ഒന്ന് അന്വേഷിക്കുക. 1, ആ സ്ഥാപനത്തിൽ പഠിപ്പീര് നേരെ ചൊവ്വേ നടക്കുന്നുണ്ടോ? 2, ആ സ്ഥാപനത്തിലെ അധ്യാപകർ ക്വാളിഫൈഡ് ആണോ? അവർക്ക് മാസ് കമ്മ്യൂണിക്കേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടോ? 3, ആ അധ്യാപകർക്ക് മീഡിയ എക്സ്പീരിയൻസ് ഉണ്ടോ? 4, ആ കോളേജിൽ ആവശ്യത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം അല്ല എന്നാണെങ്കിൽ ദയവായി ഇത്തരം സ്ഥാപനങ്ങളിൽ ചേർന്ന് നിങ്ങളുടെ ജീവിതം പാഴാക്കാതിരിക്കുക. ഈ ഒരു പരിപാടി കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.